സുപ്രീം കോടതി വിധിയുടെ ബലത്തിൽ സംസ്ഥാന പോലീസ് മേധാവിയായി പുനർനിയമനം കാത്തുനിൽക്കുന്ന ശ്രീ ടി.പി. സെൻകുമാറാണ് വ്യൂ പോയിന്റിൽ ഇന്നെൻ്റെ അതിഥി. Sir, a very warm welcome to the program. You are a special guest for this interview. Thank you very much. ടി.പി. സെൻകുമാർ, ഇപ്പോൾ വളരെ വലിയ ഒരു മൂവ് എന്ന് പറയാം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നു. താങ്കളുടെ സംസ്ഥാന പോലീസ് മേധാവിയായുള്ള പുനർനിയമനം അത് ഇന്നുണ്ടാകും, നാളെ ഉണ്ടാകും, ഉത്തരവ് ഇതാ വരാൻ പോകുന്നു എന്നൊക്കെ ആകാംക്ഷ നിറഞ്ഞ കുറേ ദിവസങ്ങൾക്ക് ശേഷം ഇപ്പോൾ സർക്കാർ എടുത്തിരിക്കുന്ന നിലപാട് ഇത് പുനഃപരിശോധിക്കണം, ഒരു റിവ്യൂ ഹർജി വരുന്നു. അതിന് പിന്നാലെ തന്നെ ഈ ഉത്തരവിൽ വ്യക്തത വേണം എന്നാണ് സർക്കാർ ആവശ്യപ്പെടുന്നത്. അതിൽ പറയുന്നൊരു പ്രധാനപ്പെട്ട പോയിന്റ്, 2015 മെയ് 22 താങ്കളെ DGP ആയും പോലീസ് സേനയുടെ ചുമതലയുള്ള DGP ആയാണ് താങ്കളെ നിയമിച്ചിരിക്കുന്നത്. അത് പോലീസ് നിയമത്തിലെ 18-ാം വകുപ്പ് പ്രകാരം ഉള്ള നടപടിക്രമങ്ങൾ പാലിച്ചിട്ടല്ല. അതുകൊണ്ട് താങ്കളെ വീണ്ടും DGP ആയി നിയമിക്കുക എന്ന കോടതിയുടെ ആവശ്യത്തെ അതേപടി അംഗീകരിക്കേണ്ടതുണ്ടോ എന്നാണ് സർക്കാരിൻ്റെ വാദം. ഈ നീക്കത്തെ താങ്കൾ എങ്ങനെ കാണുന്നു സർ? അതിന് ആവശ്യമായ നടപടികൾ അവർ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിലല്ലേ കൊടുത്തിരിക്കുന്നത്. അവിടെ ആവശ്യമായ മറുപടി കിട്ടും. ഞാൻ ഈ ചോദ്യം പർട്ടിക്കുലറായിട്ട് ചോദിക്കാൻ കാരണം സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിലും അതോടൊപ്പം തന്നെ ഹൈക്കോടതിയിൽ നിന്നും തിരിച്ചടി ഉണ്ടായപ്പോഴും നീതി കിട്ടുന്നത് വരെ മുന്നോട്ട് പോകും നിയമപരമായി എന്ന് തീരുമാനമെടുത്ത് ഒരു ഫൈറ്റിനിറങ്ങിയ വ്യക്തിയാണ് താങ്കൾ. അങ്ങനെ നിൽക്കുമ്പോൾ താങ്കൾക്ക് ഇതാ ഉത്തരവ് തരാൻ പോകുന്നു എന്നെല്ലാമുള്ള വാർത്തകൾ പരന്ന ശേഷം എങ്ങനെയെങ്കിലും ഇത് തടയാൻ വേണ്ടി അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു സമയദൈർഘ്യം നീട്ടിക്കൊണ്ടുപോയി ഇത് ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള ഒരു ബോധപൂർവമായ ശ്രമം സർക്കാരിൻ്റെ ഭാഗത്ത് നടക്കുന്നു എന്നല്ലേ ഇത് വ്യക്തമാക്കുന്നത്? അല്ല, നോക്കുക, ഞാൻ അതേപ്പറ്റി ഒട്ടും ബേജാറാകേണ്ട ആവശ്യമില്ല. അതാണ് ഞാൻ പറഞ്ഞത്. ബാക്കിയുള്ളവർ എന്നെപ്പറ്റി ബേജാറാവണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? പക്ഷേ എനിക്കതേപ്പറ്റി യാതൊരു ഉത്കണ്ഠയുമില്ല. അങ്ങനെ ഉത്കണ്ഠയില്ലെങ്കിലും സർ, എന്തുകൊണ്ടാണ് പിന്നീട് ഒരു കോടതി അലക്ഷ്യ ഹർജി കൊടുത്തുകൊണ്ട് ഈ പ്രശ്നത്തെ ഈ പറയുന്ന താങ്കളെ പുനർനിയമിക്കാൻ വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ വൈകുന്നു, ഇത് കോടതി അലക്ഷ്യമാണ് എന്നൊരു നിലപാടെടുത്ത് മുന്നോട്ട് പോകാൻ? അതതിൻ്റെ സ്വാഭാവികമായിട്ടുള്ള പരിണാമമാണ്. ഞാൻ പറഞ്ഞല്ലോ, സുപ്രീം കോടതിയാണ് അത്. സുപ്രീം കോടതി ഇട്ട വിധി സ്വാഭാവികമായിട്ട് നടപ്പാക്കപ്പെടുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ അതിന് അനിതരസാധാരണമായിട്ടുള്ള താമസം വരികയാണെങ്കിൽ അത് സുപ്രീം കോടതിയുടെ ശ്രദ്ധയിലാണ് പെടുത്തുന്നത്. അപ്പോൾ ഞാൻ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ശ്രദ്ധയിൽ അത് പെടുത്തുന്നു, അത്ര തന്നെ. ഈ നിയമ സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നും അഡ്വക്കേറ്റ് ജനറലിൻ്റെ ഭാഗത്തു നിന്നുമുള്ള നിയമോപദേശം സർക്കാരിന് കിട്ടിയതനുസരിച്ചാണെങ്കിൽ സ്വാഭാവികമായും താങ്കളെ ആ പദവിയിലേക്ക് തിരിച്ചു കൊണ്ടുവരേണ്ടതായിരുന്നു. കാരണം ആ തരത്തിലുള്ള നിയമോപദേശമാണ് അവർ സർക്കാരിന് നൽകിയിരിക്കുന്നത്. അതിനുശേഷം സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകനായ അരീഷ് സാൽവെയുമായി കൺസൾട്ടേഷൻ നടത്തുന്നു. ഏറ്റവും ഒടുവിലാണ് മന്ത്രിസഭാ യോഗത്തിൽ ഈ തരത്തിലൊരു തീരുമാനം ഉണ്ടാകുന്നത്. ഇതൊരു ട്വിസ്റ്റായിട്ട് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? അല്ലേ, അതേപ്പറ്റിയൊന്നും എനിക്കറിയില്ലല്ലോ. എനിക്കറിയാത്ത കാര്യങ്ങൾ ഞാൻ എന്താ പറയുന്നത്? സുപ്രീം കോടതി വിധിയെ താങ്കൾ എങ്ങനെയാണ് സർ മനസ്സിലാക്കുന്നത്? അല്ല, അതുകൊണ്ടാണ് നിങ്ങൾ ഈ പറയുന്ന ഹെഡ് ഓഫ് പോലീസ് ഫോഴ്സിൻ്റെ കാര്യത്തിൽ ഇതിലൊക്കെയുള്ള ഇഷ്യൂസ് അഥവാ അങ്ങനെയായിരുന്നെങ്കിൽ അത് നമ്മൾ നോക്കുക, നാളെ സുപ്രീം കോടതിയിൽ കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് വരുന്നതാണ്. അതുകൊണ്ട് ഞാൻ അതേപ്പറ്റിയൊന്നും കൂടുതൽ പറയുന്നില്ല. ഏതായാലും ഈ പറയുന്ന കാര്യം ആർഗ്യുമെൻറ്റ് സേക്കിന് അങ്ങനെ ആയിരുന്നെങ്കിൽ എന്നെ മാറ്റിയിട്ട് ആയിരുന്നില്ലല്ലോ ബെഹ്റ സ്റ്റേറ്റ് പോലീസ് ചീഫ് ആകുന്നത്. ഞാൻ സ്റ്റേറ്റ് പോലീസ് ചീഫ് ആയിരുന്നില്ലെങ്കിൽ ബെഹ്റയും സ്റ്റേറ്റ് പോലീസ് ചീഫ് ആകാനായിട്ട് ആ പോസ്റ്റിലേക്ക് വരില്ലായിരുന്നല്ലോ. അത്രയേ ഉള്ളൂ. അല്ല, സർക്കാർ പറയുക സ്വാഭാവികമായിട്ടും ഇപ്പോൾ ആ ബെഹ്റയെ പോലീസ് ചീഫ് ആക്കുമ്പോൾ തന്നെ മറ്റു ചില ഉത്തരവുകളും ഉണ്ടായിട്ടുണ്ട്, മറ്റു ചില വകുപ്പുകളിലെ മേധാവികളെ നിശ്ചയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം റീഅറേഞ്ച് ചെയ്യേണ്ടി വരും എന്നാണ്. ഇതൊക്കെ നോക്കട്ടെ, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഏകദേശം എനിക്ക് തോന്നുന്നു 60,000-62,000 ആൾക്കാർ വരും, എല്ലാം കൂടി. അവരുടെ എല്ലാവരുടെയും പോസ്റ്റിങ്സും എല്ലാം നടക്കണം. അതെല്ലാം ബാധിക്കുന്നതാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ആ ഒരു ആർഗ്യുമെൻറ്റിന് എക്സ്റ്റൻഷൻ അതൊന്നുമില്ല. കാരണം സുപ്രീം കോടതിയെ സംബന്ധിച്ചിടത്തോളം SPCയുടെ പോസ്റ്റിൽ മാത്രമാണ് സുപ്രീം കോടതി ഓർഡർ ഇട്ടത്, ഞാൻ മനസ്സിലാക്കുന്നത്. ഈ ഡയറക്ടർ വിജിലൻസ് കേരള പോലീസ് ആക്ടിൻ്റെ കീഴിൽ വരുന്നൊരു പോസ്റ്റല്ല, മനസ്സിലായോ? അത് ഔട്ട്സൈഡാണ്. മാത്രമല്ല അതിനൊരു സെക്യൂരിറ്റി ഓഫ് ടെന്യൂർ അതിൽ പറഞ്ഞിട്ടുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ 2 years എന്നുള്ള അതൊന്നും കേരള പോലീസ് ആക്ടിലല്ലേ അത് വരുന്നുള്ളൂ. വിജിലൻസ് കേരള പോലീസ് ആക്ടിൻ്റെ ഭാഗമല്ല. അപ്പോൾ അതോടുകൂടി തന്നെ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് തോന്നുന്നു ഈ പറയുന്ന എല്ലാ കാര്യങ്ങൾ. അത്രയേ ഉള്ളൂ. സ്വാഭാവികമായിട്ടും ഇപ്പോൾ താങ്കൾ പറഞ്ഞു താങ്കൾക്ക് ആകാംക്ഷയില്ല, ഉത്കണ്ഠയില്ല എന്നൊക്കെ. പക്ഷേ ഈ വാർത്ത വളരെ സജീവമായിട്ട് നിലനിൽക്കുന്നുണ്ട്. അത് നിലനിൽക്കാനുള്ള കാരണം താങ്കളുടെ നിയമ പോരാട്ടം വിജയം കാണുമ്പോൾ അത് സംസ്ഥാന സർക്കാരിനുള്ള ഒരു തിരിച്ചടിയായി കൂടിയാണ് അത് വ്യാഖ്യാനിക്കപ്പെടുന്നത്. അതിന് അടിസ്ഥാനമുണ്ട്. കാരണം ഓരോ ഘട്ടത്തിലും
ടി പി സെൻകുമാർ ഒരു മോശം പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു. ടി പി സെൻകുമാർ പല സുപ്രധാനമായ കേസുകളിലും താങ്കൾക്ക് വേണ്ട രീതിയിൽ ഫെയറായി പെർഫോം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. താങ്കളെ ഈ സർക്കാരിന്, ഈ ഭരണ നേതൃത്വത്തിന് വിശ്വാസത്തോടുകൂടി താങ്കളെ ഈ സേനയുടെ നേതൃത്വം ഏൽപ്പിക്കാൻ കഴിയില്ല എന്ന വാദമുഖങ്ങളാണ് ഓരോ ഘട്ടത്തിലും സർക്കാർ ഉന്നയിച്ചിരുന്നത്. അവിടെയാണ് ടി പി സെൻകുമാറിനെ തിരിച്ച് റീഇൻസ്റ്റേറ്റ് ചെയ്യണം എന്ന് സുപ്രീം കോടതി പറയുന്നത്. അത് സർക്കാരിനുള്ള തിരിച്ചടിയായി വ്യാഖ്യാനിക്കപ്പെടുമ്പോൾ അത് അംഗീകരിക്കാൻ താങ്കൾ തയ്യാറാണോ? നിങ്ങൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞ ഉത്തരം കേട്ട് കാണും. സുപ്രീം കോടതി ജഡ്ജ്മെൻറ്റ് നീതിയാണ് നടപ്പായത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ നിയമസഭയിൽ പറഞ്ഞത് ഞാനങ്ങനെ കേട്ടത്. അതെ, നിങ്ങൾ അങ്ങനെ കേട്ടാണ്. അങ്ങനെ തന്നെയാണ് ഞാനും കേട്ടത്. അത്രേ ഉള്ളൂ. ആ നീതി നടപ്പാക്കുന്നതിൽ കാലതാമസം വരുന്നല്ലോ സർ എന്ന് ഞാൻ പറയട്ടെ. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കത് പ്രശ്നമല്ല. പക്ഷേ അതിന് സ്വാഭാവികമായിട്ട് എടുക്കേണ്ട മറ്റു നടപടികൾ തീർച്ചയായിട്ടും ഞാൻ എടുത്തുകൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഈ നിയമം നടപ്പാക്കുന്ന ആൾക്കാരെ നിയമം നടപ്പാക്കട്ടെ. ഇപ്പോൾ അതിൽ എനിക്കിപ്പോൾ ഓടിപ്പോയിട്ട് SPCയുടെ കസേരയിലിരിക്കണം എന്നിട്ട് എന്തെങ്കിലും ചെയ്യണമെന്ന് ഞാൻ അങ്ങനെ പറഞ്ഞു നടന്നില്ലല്ലോ. പിന്നെ എന്താണ് സാർ ഈ ഭരണ നേതൃത്വത്തിലുള്ള ഈ സർക്കാരിനും അതുപോലെ തന്നെ അതിനെ നയിക്കുന്ന പാർട്ടിക്കും താങ്കളോട് ഇത്ര ദേഷ്യം? എനിക്ക് തോന്നിയിട്ടില്ല ആ പാർട്ടിക്ക് എന്നോട് ദേഷ്യമുണ്ടെന്ന്. Then who is opposing you? അത് വളരെ ക്ലിയർ അല്ലേ? ആകെ 6-7 പേരുണ്ടാവും. ആരൊക്കെയാണ് സാർ അവർ? ഞാൻ പറയുന്നില്ല. ആകെ 6-7 പേരുണ്ടാകുള്ളൂ. അവർ ഈ സർക്കാരിനേക്കാൾ ശക്തരാണോ സാർ? അതെങ്ങനെയാണ് ഞാൻ പറയുന്നത്? ഏതായാലും 6-7 പേരായിരിക്കും എന്നെ ഒപ്പോസ് ചെയ്യുന്നത്. വിവിധ സ്ഥാനങ്ങളിലിരിക്കുന്നതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള ശക്തികളുള്ളവർ അവരായിരിക്കും. അല്ലാതെ ഏതെങ്കിലും പർട്ടിക്കുലർ പൊളിറ്റിക്കൽ പാർട്ടി എന്നെ ഒപ്പോസ് ചെയ്യുന്നതായിട്ടോ. കാരണം അവർക്കെല്ലാം ഞാനിപ്പോൾ SP ആയിട്ട് തന്നെ 30 വർഷത്തോളം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ സൂപ്രണ്ട് ഓഫ് പോലീസായിട്ട് 30 വർഷം കഴിഞ്ഞു. ഈ 30 വർഷത്തിൽ 7 വർഷം മാത്രമാണ് ഞാൻ ജനറൽ എക്സിക്യൂട്ടീവ് ലോക്കൽ പോലീസിലുണ്ടായത്. അതിൽ ഈ 30 വർഷം എടുത്ത് നോക്കിയാൽ നിങ്ങൾക്കറിയാം 15 വർഷം UDFും 15 വർഷം LDFും ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്കറിയാം എന്താണ് പലരും പ്രതീക്ഷിക്കുന്നത്, എന്താണ് പലപ്പോഴും നടക്കുക, ഇതൊക്കെയാണ്. ഞാൻ പറയുന്നതും അത് തന്നെയാണ്. താങ്കളുടെ സർവീസ് കരിയർ മുഴുവനായി എടുത്തു കഴിഞ്ഞാൽ തന്നെ ഇപ്പോൾ താങ്കളെ എതിർക്കുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും പാർട്ടിയെന്ന് ഞാൻ പറയുന്നില്ല, താങ്കൾ തന്നെ അത് നിഷേധിച്ച സ്ഥിതിക്ക്, പക്ഷേ ഏത് മുന്നണിക്കായാലും ഇപ്പോൾ LDFനാണെങ്കിൽ പോലും താങ്കളൊരു മികച്ച ഉദ്യോഗസ്ഥനായിരുന്നു എന്ന് അഭിമാനത്തോടെ അവർക്ക് പറയാൻ പറ്റുന്ന ഒരുപാട് സന്ദർഭങ്ങളുണ്ട്. പക്ഷേ ഇന്ന് ഈ പ്രസൻറ്റിലേക്ക്, ആ പാസ്റ്റ് എല്ലാം മാറ്റിവെച്ച് ഈ പ്രസൻറ്റിലേക്ക് എത്തുമ്പോൾ ഞങ്ങളുടെ സർക്കാർ ഭരിക്കുമ്പോൾ DGP ടി പി സെൻകുമാർ വേണ്ട എന്ന് ഒരു പരമോന്നത നീതിപീഠത്തിൻ്റെ വിധിന്യായമുള്ളപ്പോൾ പോലും അതിനെ തടയിടാൻ വേണ്ടി ശ്രമിക്കാൻ പാകത്തിൽ എന്ത് വിരോധമുണ്ടായി എന്നാണ്? അത് നിങ്ങൾ തന്നെ അന്വേഷിച്ചറിയാം. എന്താണ് ഞാൻ എല്ലാം ചെയ്തിരിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാവുന്നതാണ്. അപ്പോൾ അത് ആരെങ്കിലും ബാധിച്ചിട്ടുണ്ടെങ്കിൽ, അങ്ങനെ ഒരു തോന്നൽ അവർക്കും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് അവർ നിലനിർത്തുന്നുണ്ടാകാം. മനസ്സിലായോ? ഇപ്പോൾ ഞാൻ കേസ് ഇതുപോലുള്ള ഇത് അന്വേഷിച്ച പലരും ഇവിടെ കൂടിയും പിന്നീട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഒരു പ്രശ്നമില്ലാതെ. സംസ്ഥാനത്തെ ചീഫ് സെക്രട്ടറി ശ്രീമതി നളിനി നെറ്റോയ്ക്ക് എന്ത് വ്യക്തിവൈരാഗ്യമാണ് സാറിനോടുള്ളത്? അത് എനിക്ക് മനസ്സിലായിട്ടുള്ളത് ആകെയുള്ളത് ശ്രീ SM വിജയാനന്ദ് ചീഫ് സെക്രട്ടറി ആയി വന്നതിൽ ആ സമയം തൊട്ടാണ് ഞാൻ എന്നോടുള്ള അവരുടെ ഒരു പ്രത്യേക സ്വഭാവം എൻ്റെ ശ്രദ്ധയപ്പെടുന്നത്. അതുകൊണ്ടാണോ? അദ്ദേഹം വന്നത് മൂലമല്ല, അദ്ദേഹത്തിനെ താങ്കൾ കൊണ്ടുവന്നു അല്ലെങ്കിൽ താങ്കളുടെ ഇല്ല, ഞാൻ എനിക്ക് മനസ്സിലായിട്ടുള്ളത് അങ്ങനെ ഒരു സാധനമാണ്. അതായത് SM വിജയാനന്ദിനെ കേരളത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന് ചീഫ് സെക്രട്ടറി ആക്കാൻ തീരുമാനിക്കുന്നത് ഫെബ്രുവരി 15-ാം തീയതിയാണ് 2016, അന്നത്തെ ക്യാബിനറ്റിലാണ്. അതിനുശേഷമാണ് എനിക്ക് അങ്ങനെയുള്ള ഒരു സമീപനം ഉള്ളതായിട്ട് മനസ്സിലാകുന്നത്. ആ വ്യക്തിവൈരാഗ്യം അല്ലെങ്കിൽ ഈ പറയുന്ന ഒരുതരം പേഴ്സണൽ ഗ്രഡ്ജ്, അത് ഏതൊക്കെ നിലയിൽ താങ്കളെ അപകടപ്പെടുത്താൻ ശ്രമിച്ചു? നിങ്ങൾ ഇന്ന് കണ്ടു കാണും. ഇന്ന് എനിക്ക് തന്നെ എൻ്റെ വാട്സപ്പിൽ കിട്ടിയത് കണ്ടു കാണും. ഇതാണ് കണിച്ചുകുളങ്ങര കേസിൽ. ഈ കണിച്ചുകുളങ്ങര കേസെന്ന് പറയുന്നത് ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചുകൊണ്ട് മാത്രം, അത് മർഡർ കേസായിട്ട് ശ്രദ്ധിക്കല്ല, ഞാൻ എല്ലായ്പ്പോഴും ഗതാഗത അപകടങ്ങൾ കുറയ്ക്കുന്നതിന് മാക്സിമം ശ്രദ്ധിച്ചിട്ടുള്ളതാണ്. അത് മോട്ടോർ വെഹിക്കിൾസിലായാലും പോലീസിലായാലും. അപ്പോൾ 2 അതിലധികമോ പേര് മരിക്കുന്ന അപകടം ഉണ്ടായ ഉടനെ തന്നെ അറിയിക്കണമെന്ന് അന്ന് IG സോണായിരിക്കുമെന്ന് നിർദ്ദേശം കൊടുത്തതനുസരിച്ച് ചേർത്തലയെന്ന് പറഞ്ഞു, സാർ ഇവിടെ ഉച്ചയ്ക്കാണ് ഒരു ആക്സിഡൻറ്റിൽ 2 പേര് മരിച്ചു. ഞാൻ ഉടനെ അവിടെ DYSPയോട് പോയി നോക്കാൻ പറഞ്ഞപ്പോൾ DYSP പോയി നോക്കിയിട്ട് എന്നോട് പറഞ്ഞു,
ഇത് അപകടമായിരിക്കാം, കാരണം വണ്ടി ഹെഡ് ഓൺ കൊലീഷനാണ്, വണ്ടികൾ സ്പീഡിലായിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചാൽ ഏത് സൈഡിലാണ് അപകടം ഉണ്ടായത്, ഇൻവോൾവ് ചെയ്ത വണ്ടികൾ ഏതൊക്കെയാണ്. അപ്പോൾ എനിക്ക് സംശയം തോന്നാൻ തുടങ്ങി. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും, ഒരു 1-2 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് ഇൻഫർമേഷൻ വന്നു തുടങ്ങി, ഇതൊരു മർഡർ ആയിരിക്കാം, ഇതൊരു പ്ലാന്റ് മർഡർ ആയിരിക്കാം. അങ്ങനെയാണ് ആ കേസ് നമ്മൾ പിടിക്കുന്നത്. ഞാൻ പറയട്ടെ, ആ കേസ് ഒരു കാരണവശാലും മർഡറായിട്ട് എനിക്ക് തെളിയിക്കാൻ സാധിക്കില്ല എന്ന് എന്നെ വെല്ലുവിളിച്ച ആളാണ് ഒരു ഉപദേശകൻ. അപ്പോൾ അന്ന് കണിച്ചുകുളങ്ങര കേസ് വിജയിപ്പിക്കേണ്ടത് ഏറ്റവും പ്രധാനമായിട്ട് തോന്നേണ്ട ഒരാളാണ് എന്നെ വെല്ലുവിളിക്കുന്നത്. എന്താണ്, നിങ്ങൾക്ക് ഈ കേസ് ഒരിക്കലും മർഡറായിട്ട് പ്രൂവ് ചെയ്യാൻ പറ്റില്ല. ആ കേസ് മർഡറായിട്ട് തന്നെ പ്രൂവ് ചെയ്തു. അപ്പോൾ അതിൽ ഞാൻ ശ്രദ്ധിച്ച കാര്യം ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാകുമെന്നറിയില്ല, പത്രത്തിന് നന്നായിട്ട് മനസ്സിലാക്കും. ആട് തേക്കും മാഞ്ചിയൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് മാധ്യമത്തിനെ പൂട്ടിയിട്ടിരുന്നതാണ്, ക്ലോസ് ചെയ്തിരുന്നതാണ് അവരുടെ ഓഫീസൊക്കെ. അത് ഏത് സാഹചര്യത്തിലാണ് തുറക്കാനിടയായെന്നുള്ളത് അതിൽ എല്ലാവർക്കും അറിയാം, പഴയ ആൾക്കാർക്കും അതിൻ്റെ നടത്തുന്ന മാനേജ്മെൻറ്റിന് അറിയാം. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ നമ്മൾ ജനങ്ങളുടെ പൈസ ഒരിക്കലും ഇതുപോലെ, പ്രത്യേകിച്ച് പാവങ്ങളുടെ പൈസയാണ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ശ്രദ്ധയിൽ ഞാൻ തന്നെയാണ് പെടുത്തുന്നത്, ഇവരുടെ സ്വത്തുക്കളൊക്കെ ഉണ്ടെങ്കിൽ റിസീവറെ വെച്ച് കിട്ടിയാൽ അത് മുഴുവൻ അവർക്ക് കൊടുക്കാൻ സാധിക്കും. മനസ്സിലായി വന്നത് സാറ് തൊണ്ടി മുതൽ മോഷണ കേസിൽ താങ്കളെ പ്രതിയാക്കാൻ വേണ്ടിയുള്ള നീക്കം വരെത്തി അല്ലേ? അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വളരെ മാന്യനായിട്ട് ഒരു വ്യക്തിയെ അവർ റിസീവറായിട്ട് വെച്ചു. അദ്ദേഹം വളരെ നന്നായിട്ട് അതിൽ പണിയെടുത്ത് ഞങ്ങളുടെ സഹായം ഒന്നുണ്ടായിരുന്നു. ഇതിൽ ഏറ്റവും രസം എന്ന് വെച്ചാൽ ഈ 2006 ഈ ഒരു എനിക്ക് തോന്നുന്നു 7-8 മാസത്തിനകം അവരെ ശിക്ഷിക്കുകയും ചെയ്തു. ഇത് കഴിഞ്ഞ് 2006 കഴിഞ്ഞ് 2016 ഈ പരാതി വരുന്നത്. അപ്പോൾ എനിക്ക് ശേഷം അവിടെ 10 വർഷം IG സോണായിട്ട് ആരെങ്കിലും ഉണ്ടായിട്ടുണ്ട്? അവരൊന്നും പ്രതികളല്ല, അല്ല, ഇത് പരാതിയിൽ എതിർകക്ഷികളല്ല. ഈ പറയുന്ന പരാതിക്കാരൻ തന്നെ സ്ത്രീകളെ വിറ്റ കേസിൽ, അതുപോലെ കുട്ടികളുടെ കേസിൽ, ഇതേ കേസിൽ, അതായത് ഈ കണിച്ചുകുളങ്ങര കേസ് എന്ന് പറയുന്നതിൽ ചിറ്റൂരിൽ നിന്നും മൃഗങ്ങളെ അവരുടെ, അതായത് ഹിമാലയ ഗ്രൂപ്പിൻ്റെ മൃഗങ്ങളെ മോഷ്ടിച്ചു കൊണ്ടുവന്ന് വിറ്റ കേസിലൊക്കെ പ്രതിയാണ്. അതിന് കേസൊക്കെ ട്രയൽ നടക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒരാൾ കൊടുക്കുന്ന കേസ് നോക്കണം. അതിലെ പരാതിയിൽ പറയുന്നത് ഹൈക്കോടതി ജഡ്ജ്മെൻറ്റ്, ഹൈക്കോടതിയുടെ ജഡ്ജ്മെൻറ്റ് എവിടെയാണെന്ന് ആദ്യം നോക്കണ്ടേ? അങ്ങനെ ഒരു ജഡ്ജ്മെൻ്റ് ഇല്ല. ആക്ച്വലി ഹൈക്കോടതി ചെയ്തത്, ഹൈക്കോടതി ഒരു റിസീവർ വെച്ചു. അപ്പോൾ ആ റിസീവർ എനിക്കൊരു റിക്വസ്റ്റ് വന്നു, അത് നമ്മുടെ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ എല്ലാവരും ചെയ്തു കൊടുക്കുകയും ചെയ്തു. അപ്പോൾ അത് ഞാൻ മനസ്സിലാക്കുന്നത്, അങ്ങനെ ഒരു എൻക്വയറി എന്നിട്ട് ശരിക്കും പറഞ്ഞാൽ ഒരാൾ പരാതി പറയുകയാണെങ്കിൽ ഹൈക്കോടതി ഉത്തരവ് നടപ്പാക്കിയില്ല, ഹൈക്കോടതി ഉത്തരവ് നടപ്പാക്കിയില്ലെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് ഹൈക്കോടതിയെ സമീപിക്കുകയാണ്, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, അഥവാ ഇനി ഹൈക്കോടതി ഉത്തരവ് ഉണ്ടായിരുന്നെങ്കിൽ അതിൻ്റെ കോപ്പി എവിടെയാണെന്ന് നോക്കണം. ഹൈക്കോടതി ഉത്തരവിൽ TP സെൻകുമാറിനോട് ഇവരുടെ ഈ എല്ലാ കാലത്തും അയാൾ ഏത് പോസ്റ്റിൽ പോയാലും ഏത് സമയത്തും എല്ലാം ചെയ്യണമെന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടോ നോക്കണ്ടേ? അത് നോക്കാതെ ഒരു ഉദ്യോഗസ്ഥ അതിന് ഉടനെ എൻക്വയറി നടത്തണം, കേസെടുക്കാനായിട്ടുള്ള നടപടികൾ സ്വീകരിക്കണം എന്നുള്ളതിൽ പോയപ്പോൾ അന്നത്തെ നിയമ സെക്രട്ടറി, ഇന്ന് ഞാൻ കാണുന്നത് അങ്ങനെയാണ്, ചീഫ് സെക്രട്ടറി അത് പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ ഡീറ്റെയിൽസ് കിട്ടിയിരുന്നതാണ്, അതുകൊണ്ട് പറ്റില്ല. പക്ഷേ എന്നിട്ട് എൻക്വയറി നടത്തി. ആ എൻക്വയറി നടത്തിയിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് അത് തെറ്റാണെന്ന് സ്ഥാപിച്ച റിപ്പോർട്ട് വന്നു കഴിഞ്ഞപ്പോൾ അല്ല, വേറെ ആൾക്ക് കൊടുക്കണം. മനസ്സിലാവുന്നു? വിജിലൻസിലേക്ക് പോയി. അല്ല, അത് ആദ്യം വിജിലൻസിൽ തന്നെയാണ് ആദ്യം. അപ്പോൾ അതേപോലെ ദുരുപയോഗം ചെയ്യാനായിട്ട് ഇപ്പം കേരളത്തിലെ എല്ലാ നാട്ടുകാർക്കും ഏകദേശം അറിയാം ഞാൻ എന്താണ് കറപ്ഷൻ നടത്തിയിരിക്കുന്നതെന്ന്. മനസ്സിലായോ? അല്ല, താങ്കൾ ഈ പറയുന്നത് പോലെ ഈ പറയുന്നതൊക്കെ നളിനി നെറ്റോയെ കുറിച്ചാണല്ലോ. അതിൻ്റെ ഒരു എക്സ്റ്റൻഷൻ തന്നെ ആയിരുന്നു സർ പിന്നീട് ഈ പുറ്റിങ്ങൽ അപകടത്തിൻ്റെ 9 പേജുള്ള റിപ്പോർട്ടിൽ അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഒപ്പുവെച്ച് ഇതിൻ്റെ വിവരങ്ങൾ TP സെൻകുമാറിനോട് ചോദിക്കണമെന്ന ആ പേജ് അപ്രത്യക്ഷമായി അതൊരു 12 പേജുള്ള റിപ്പോർട്ടായി മാറി. നിങ്ങൾ പറയുന്ന പോലെ അല്ല, അത് നമ്മളൊന്നും സ്വപ്നത്തിൽ പോലും വിചാരിക്കുന്നില്ല. കേരളത്തിലെ സെക്രട്ടേറിയറ്റിൽ അന്നത്തെ ഏറ്റവും സീനിയർ മോസ്റ്റ് പോലീസ് ഓഫീസറായ എന്നെപ്പറ്റി ഇതേപോലെ ഒരു വ്യാജമായ കാര്യം നടക്കുന്നുള്ളത്. കാരണം നമ്മളത് ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്യുന്നില്ലല്ലോ. ഇപ്പോൾ ഒരാൾക്ക് എതിരുണ്ട്, അത് നേരെ ഞാനങ്ങനെ ചെയ്യാറുള്ളൂ. അപ്പം നിങ്ങൾ ഒഫീഷ്യലായിട്ട് തെറ്റ് ചെയ്തു, ഓക്കെ, ഒഫീഷ്യലായിട്ട് തന്നെ ഡീൽ ചെയ്യുക. പക്ഷേ ഞാൻ എൻ്റെ ഫയൽ മുഴുവൻ മാറ്റിയിട്ട് നിങ്ങൾക്കെതിരായിട്ട് ഒരു ഫയൽ ഉണ്ടാക്കുന്ന പ്രശ്നം ഉദിക്കുന്നില്ല. നമ്മളതാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഈ റൈറ്റ് ടു ഇൻഫർമേഷൻ കിട്ടിയപ്പോൾ അപ്പോഴേക്കും കാറ്റിൻ്റെ കേസൊക്കെ കഴിഞ്ഞു പോയിരുന്നു, അതിന് ശേഷം കിട്ടുന്നത്. അപ്പോൾ ഇത് ഞാൻ നോക്കിയപ്പോൾ, കാരണം 13/4 ഇങ്ങനെ ഒരു റിപ്പോർട്ട് പുട്ടിങ്ങലിൻ്റെ ഉണ്ടാക്കിയിട്ട് അത് ഹോം മിനിസ്റ്റർക്ക് അതിൽ എഴുതിയിട്ടുണ്ട്. കാരണം എന്താണ്, ദിസ് മേ ബി ഡിസ്കസ്ഡ് വിത്ത് DGP, CMA പ്ലീസ് ചെയ്യുന്നു അന്ന് തന്നെ. അപ്പോൾ അന്ന് 14/4 പ്രത്യേകത തന്നെ അന്ന് വിഷുവാണ്, അംബേദ്കർ ദിനമാണ്, ഹോളിഡേ ആണ്. പക്ഷേ ഞാൻ ഓഫീസിലുണ്ട്.
അപ്പോൾ സി എമ്മിൻ്റെ ഓഫീസിൽ നിന്ന് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇതാ ഒരു ഫയലിൽ അത്യാവശ്യമായിട്ട് SPCയുടെ ഒപ്പീനിയൻ വേണം, ഞങ്ങൾ ഫയൽ അങ്ങ് കൊടുത്തയക്കുന്നുണ്ട്, പെട്ടെന്ന് വേണം. അപ്പോൾ ഹൈക്കോടതി സിറ്റിംഗ് ഉണ്ടായിരുന്നു, സ്പെഷ്യൽ സിറ്റിംഗ് 12-ാം തീയതി ഉണ്ടായിരുന്നു, 14-ാം തീയതി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഞാനത് കിട്ടിയ വശം എന്ന് വെച്ചാൽ അപ്പോഴേക്കും ടി വിയിലൊക്കെ ഉടനെ സ്ക്രോളൊക്കെ വന്നു തുടങ്ങി. അതായത് അങ്ങനെ എഴുതാൻ പാടില്ല, സെക്രട്ടേറിയറ്റിലെ ഫയലിൽ പുറത്താർക്കും എഴുതാൻ പാടില്ല. അന്ന് എനിക്കറിയില്ലായിരുന്നു. പക്ഷേ പിന്നീട് എനിക്ക് മനസ്സിലായി, ആക്ച്വലി സെക്രട്ടേറിയറ്റിലെ ഫയലിൽ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റിന് എഴുതാം. അതാണ് സെക്രട്ടേറിയറ്റ് മാനുവലിൽ പറഞ്ഞിട്ടുള്ള പ്രൊവിഷൻ. അത് ഞാൻ പിന്നീട് പഠിച്ചാണ്, അന്ന് ഞാൻ പഠിച്ചില്ല. കാരണം ഞാൻ സെക്രട്ടേറിയറ്റിൽ ജോലി ചെയ്യാത്തതുകൊണ്ട് അന്ന് ഞാനത് പഠിച്ചിരുന്നില്ല. അതുകൊണ്ട് ഞാൻ ഇനി ഒരു കോൺട്രവേഴ്സിക്ക് നിൽക്കേണ്ടതെന്ന് പറഞ്ഞാൽ അഡീഷണൽ ആയിട്ട് ഒരു ഷീറ്റിൽ എൻ്റെ 9 പോയിൻറ്റ് ഇതിനെ അപഗ്രഥിച്ചിട്ട് എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ അതിൽ ഏറ്റവും അവസാനം ഞാനിത് പറഞ്ഞതാണ്. 14/4 ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഈ കാര്യത്തിന് സ്പെഷ്യൽ സിറ്റിംഗ് വെച്ചിട്ടുണ്ട്. അവരുടെ ഡയറക്ഷനും കൂടി ഒന്ന് എടുത്തിട്ട് പോകുന്നതായിരിക്കും നല്ല, അടുത്ത നടപടി എടുക്കുന്നതായിരിക്കും നല്ലതെന്ന് പറഞ്ഞ അവസാനം കൺക്ലൂഡ് ചെയ്യുന്നത്. അപ്പോൾ അത് ഞാൻ അവിടെ അയച്ചു കഴിഞ്ഞ് ശ്രീകുമാറിനോട് ചോദിച്ചു, അന്നത്തെ മുഖ്യമന്ത്രിയുടെ PS എൻ്റെ ഫയൽ എത്തി. അതിൽ മുഖ്യമന്ത്രി അപ്പം തന്നെ അടുത്ത പേജിലാണ്, കാരണം ഇത് ലാസ്റ്റാണ് ഒപ്പിടുന്നത്. അതിൽ പിന്നെ ആർക്കും ഒന്നും എഴുതാൻ പറ്റില്ല. അതിൽ അദ്ദേഹം എന്തോ നിർദ്ദേശം എഴുതിയിട്ട് എൻ്റെ ഈ പേജും കൂടി അതിൽ അറ്റാച്ച് ചെയ്തിട്ട് ഹോം മിനിസ്റ്റർ കൊടുത്ത് അയച്ചോളൂ എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ ശരി. അപ്പോൾ ഈ ഫയൽ കിട്ടിക്കഴിഞ്ഞ് നോക്കിയപ്പോഴും ഞാൻ ആ പേജ് കാണുന്നില്ല. ഇപ്പോൾ മുഖ്യമന്ത്രി ഒരു നിർദ്ദേശം എഴുതിയിരിക്കാനുള്ള പേജ് 9-10, ഈ പേജ് നമ്പറൊക്കെ പറയാൻ പാടാണ്. അതിൽ 5, 9, 8 ഇതൊക്കെ ആ പേജിൽ കാണാം. അപ്പോൾ അതുകൊണ്ട് അത് സുപ്രീം കോടതി തന്നെ കണ്ടതാണ് ഈ പേജ് നമ്പറുകളൊക്കെ. അപ്പോൾ ആ പേജ് കാണുന്നുമില്ല. അതിനുശേഷം ഈ 9 എന്ന് പറഞ്ഞ അന്നത്തെ ആ പേജിന് ശേഷം അന്നത്തെ മുഖ്യമന്ത്രി ഒപ്പിട്ടു എന്ന് പറയുന്ന ആ പേജ് കാണുന്നുമില്ല. എൻ്റെ നോട്ടും കാണുന്നില്ല. പകരം 1, 2 മുതൽ 12 പേജ് എനിക്കെതിരെയുള്ള ഒരു അസസ്മെൻറ്റ് നടത്തിയിരിക്കുകയാണ് 26/5. അപ്പോൾ അതാണ് നമ്മൾ ശരിക്കും ഇതിൽ നിങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ, കാറ്റിലും ഹൈക്കോടതിയിലും ഒക്കെ എന്തുകൊണ്ട് വിധി എതിരായിരുന്നു. വാസ്തവത്തിൽ ഇത്തരം കാര്യങ്ങൾ ഞങ്ങളൊരു പേഴ്സണൽ റെസ്പോണ്ടൻ്റായിട്ട് ഇത് ചെയ്തവരെ വെച്ച് കാറ്റിലും ഹൈക്കോടതിയിലും കൊടുക്കുകയായിരുന്നെങ്കിൽ സ്ഥിതി വ്യത്യസ്തമാകുമായിരുന്നു. മനസ്സിലായോ? അതിന് ഒരു ചെറിയ തടസ്സം എന്ന് പറയുന്നത് ഈ ഫയൽ പിന്നീടാണ് കിട്ടിയെന്നുള്ളതാണ്. പക്ഷേ അതല്ലാതെ തന്നെ ഫയൽ വിളിപ്പിക്കാമായിരുന്നു വേണമെങ്കിൽ ഇത്. പക്ഷെ അത് അറിയാത്തതുകൊണ്ടാണ്, അതായത് ഇത്രയും ചീറ്റിംഗ് അതിൽ നടക്കുമെന്ന് എനിക്ക് യാതൊരു വിശ്വാസമില്ല. അല്ലെങ്കിൽ അവിടെ നിന്ന് തന്നെ താങ്കൾക്ക് അനുകൂലമായ വിധി സമ്പാദിക്കാമായിരുന്നു അല്ലെ, ഹൈക്കോടതിയിലോ അല്ലെങ്കിൽ അതിനെപ്പറ്റി നമ്മൾ കമൻറ്റ് പറയുന്നില്ല. പക്ഷേ ഞാൻ പറയുന്നത് എൻ്റെ കേസ് നടത്തിപ്പിൽ കാറ്റിലും ഹൈക്കോടതിയിലും ചില പോരായ്മകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഒരു പക്ഷേ ആ വിധികൾ അങ്ങനെയാണ് വന്നതെന്നാണ് ഞാൻ പറയുന്നത്. ശ്രീ സെൻകുമാർ, താങ്കൾ എപ്പോഴും പറയാറുണ്ടല്ലോ, ഈ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി പണിയെടുക്കാനുള്ളവരല്ല, ഒരു സർക്കാരിൻ്റെ നയങ്ങൾ അവരുടെ തീരുമാനങ്ങൾ നടപ്പാക്കാൻ വേണ്ടി നിയോഗിക്കപ്പെട്ട ഉദ്യോഗസ്ഥരാണ് താങ്കളായാലും നളിനി നെറ്റോ ആയാലും ഒക്കെ. ഇവിടെ പക്ഷേ താങ്കൾ നളിനി നെറ്റോയ്ക്കെതിരെ ആരോപണം ഉന്നയിക്കുമ്പോൾ ഒരു കാര്യത്തിൽ താങ്കൾ വളരെ പർട്ടിക്കുലറായിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. കാരണം താങ്കൾ പറയുന്നു, ഇത് അവർ ഒരു പേഴ്സണൽ ഗ്രഡ് വെച്ച് ബോധപൂർവ്വം താങ്കളെ കൊടുക്കാൻ വേണ്ടി ഉണ്ടാക്കിയെടുത്ത റിപ്പോർട്ടുകളാണ്. അതിൻ്റെ ഒന്നാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഈ തൊണ്ടിമുതലിൻ്റെ കേസിൽ വരുന്നത്, അതിൻ്റെ മറ്റൊന്നാണ് ഇപ്പോൾ ഈ പറഞ്ഞ സംഭവത്തിലും വരുന്നത്. അവിടെ സർക്കാരിൻ്റെ യാതൊരു ഇടപെടലും അല്ലെങ്കിൽ ഉന്നതമായ ഇടപെടലൊന്നുമില്ലാതെ ഒരു അന്ന് ആഭ്യന്തര വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയായ ഒരാൾക്ക് സ്വന്തം നിലയ്ക്കെടുത്ത് ഈ കാര്യങ്ങൾ നടപ്പാക്കാൻ കഴിയുമായിരുന്നു. ചീഫ് സെക്രട്ടറിയെ മറികടന്ന് അന്നത്തെ മുഖ്യമന്ത്രിയുടെ ഒപ്പോടുകൂടിയുള്ള പേജ് കളഞ്ഞ് അതിന് ഉത്തരം ഞാൻ നേരത്തെ തന്നെ പറഞ്ഞാൽ നിങ്ങൾ നോക്കിയാൽ കിട്ടും. താങ്കൾ നേരത്തെ പറഞ്ഞ പോലെ 5-6 പേരുടെ അത്രയേ ഉള്ളൂ. അത്ര വലിയ മാനിപ്പുലേഷനൊക്കെ നടക്കാൻ കഴിയുന്നതാണോ നമ്മുടെ ഈ സിവിൽ സർവൻസിൻ്റെ ആ ഒരു? ഞാൻ ഈ 5-6 പേര് സിവിൽ സർവൻസ് മാത്രമാണെന്ന് പറഞ്ഞിട്ടില്ല, അങ്ങനെ പറഞ്ഞിട്ടില്ല, എനിക്കത് ഓർമ്മയുണ്ട്. ഈ 5-6 പേരെന്ന് പറഞ്ഞത് സാറ് ഈ ഭരണകക്ഷിയിൽപ്പെട്ടവർ തന്നെയാണോ? അതൊന്നും ഞാനിപ്പോൾ ക്ലാരിഫൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ 5-6 പേരേ ഉണ്ടാവുള്ളൂ. താങ്കൾ പറഞ്ഞു ഒരു പാർട്ടിക്ക് താങ്കളോട് വിരോധമില്ല, ഏതെങ്കിലും ഒരു പാർട്ടി എനിക്ക് തോന്നുന്നില്ല ഏതെങ്കിലും പാർട്ടി വിരോധമില്ല എന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ താങ്കൾ പറഞ്ഞതുകൊണ്ട് മാത്രം ജി സുധാകരൻ ഒരു പ്രസംഗത്തിനിടയിൽ നടത്തിയ ഒരു പരാമർശം താങ്കളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്, താങ്കൾ കണ്ടു കാണും. അതിൽ അദ്ദേഹം പറഞ്ഞത്, കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് കാലത്ത് പ്രതിപക്ഷത്തിനു വേണ്ടി പ്രവർത്തിച്ചയാളാണ് താങ്കൾ, ഈ സർക്കാരിനെ ബോധപൂർവം കരിവാരി തേക്കാൻ വേണ്ടി ശ്രമം നടത്തുന്ന ആളാണ് TP സെൻകുമാർ. സുപ്രീം കോടതി വിധിയിൽ താങ്കൾ ജയിക്കുകയല്ല, താങ്കൾ സ്വയം തോൽക്കുകയാണ് ചെയ്തത്. ഈ പരാമർശങ്ങളൊക്കെ താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ട് കാണും. സഭയിൽ ഒരിക്കലും താങ്കളുടെ ഈ രാഷ്ട്രീയ ലീനിയൻസിയെക്കുറിച്ച് ആരോപണമുണ്ടായിരുന്നു, താങ്കളുടെ ശ്രദ്ധയിൽ. ഇതിലൊക്കെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ ഇപ്പോഴും ഒരു സിവിൽ സർവൻ്റാണ്. അപ്പോൾ ഒരു സിവിൽ സർവൻറ്റിന് ഇതിനൊക്കെ ഉത്തരം കൊടുക്കാനായിട്ട് അറിയാമെങ്കിലും അതിന് പരിമിതികളുണ്ട്. അതിന് പരിമിതികളില്ലാത്ത സമയത്ത്
ഞാൻ തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങൾക്ക് ഉത്തരം പറയാം, അന്ന് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ. ജൂൺ 30-ന് ശേഷം താങ്കളുടെ ആദ്യത്തെ അഭിമുഖം ഞാൻ എടുക്കണമെന്നാണോ? ഞാൻ ഗോപികൃഷ്ണൻ്റെ കാര്യം മാത്രമല്ല പറഞ്ഞത്, ആർക്കായാലും. അതുകൊണ്ട് ഈ നമ്മളുടെ സിവിൽ സർവൻറ്റ് എന്നുള്ള പരിമിതിയിൽ നിന്ന് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും പ്രതീക്ഷിക്കരുത് ഞാനൊരു രാഷ്ട്രീയത്തിലെ ആളെ പോലെ സംസാരിക്കാനോ അല്ലെങ്കിൽ ഒരു പൊതുപ്രവർത്തകനെ പോലെ സംസാരിക്കാനോ സാധിക്കുന്നു. അതിൻ്റെ പരിമിതിക്കുള്ളിൽ നിന്ന് പറയൂ സാർ, ഈ പറയുന്ന നളിനി നെറ്റോ ഈ പറഞ്ഞ തീരുമാനം നടപ്പാക്കുന്നതിന് തടസ്സം നിൽക്കുന്ന ഘട്ടത്തിൽ ഇതിനു മുൻപ് മാതൃകയായി നിന്നതുപോലെ ചീഫ് സെക്രട്ടറിക്കെതിരെ കോടതി ലക്ഷ്യത്തിന് നടപടിയെടുക്കാവുന്ന തരത്തിൽ ഉടൻ തന്നെ ഈ ആവശ്യം പരിഗണിക്കണം എന്ന നിലപാട് താങ്കൾ ഒരിക്കലും അത് തിരുത്തി കഴിഞ്ഞ തവണ അഭിഭാഷകർ അത് കോടതിയുടെ മുന്നിലേക്ക് കൊണ്ടുവന്നില്ല. അങ്ങനെ ഒരു നിലപാടിലേക്ക് അതൊന്നുമല്ല, ഞാൻ തിരുത്തിയതൊന്നുമില്ല, അതിന് കാരണങ്ങളുണ്ട്. എന്തായിരുന്നു അന്ന് അഭിഭാഷകർ? അത് ഞാൻ 2-3 കാരണങ്ങളുണ്ട്. ഒന്ന്, നമുക്കൊരു ഇൻഫർമേഷൻ ഉണ്ടായിരുന്നത് നടപ്പാകുന്നു ഒന്ന്, അപ്പോൾ കുറച്ച് സമയം വേണമെന്നുള്ളത് ഓക്കെ ശരി. രണ്ടാമത്, ഈ കണ്ടംപ്റ്റ് ഓഫ് കോർട്ടിലൊക്കെ നമ്മൾ ഇപ്പോൾ 2 പേര് കണ്ടംനറാണ് എന്ന് പറഞ്ഞ് നമ്മൾ പരാതി കൊടുത്തു കഴിഞ്ഞാൽ കോടതി ഓർഡർ നടപ്പാക്കത്തതിന് ഒരാളല്ല 2 പേര് ആണെന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ അതിന് ശേഷം അത് കോടതിയും കണ്ടംനറും തമ്മിലുള്ള ഇഷ്യൂ ആണ്. കാരണം കോടതിയാണ് അതിൽ പരാതിക്കാരൻ. ആക്ച്വലി കോടതിയുടെ ഉത്തരവ് നടപ്പാക്കിയില്ല എന്നുള്ളതാണ്. പിന്നെ നമ്മൾക്ക് അതിന് വിഡ്രോ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ഒരു സ്ഥിതിയിൽ ഞാൻ എത്തുന്നതിന് മുമ്പായിട്ട് നമ്മൾ കുറച്ചുകൂടി കോഷ്യസായി, അത്രയേ ഉള്ളൂ. ചീഫ് സെക്രട്ടറിക്ക് ജയിലിൽ പോകേണ്ടി വരുമോ? ഇതൊന്നും നമ്മൾ ഞാൻ പറയട്ടെ, ഞാൻ എൻ്റെ കാര്യം മാത്രമേ നോക്കുന്നുള്ളൂ. ബാക്കിയുള്ളവരുടെ എൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ ലീഗലായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നോക്കുന്നുള്ളൂ, ലീഗൽ റൈറ്റ്സിനുള്ളിൽ വെച്ച് മാത്രം. താങ്കൾ പറഞ്ഞു ഒരു സിവിൽ സർവൻ്റ് ആയിരിക്കുമ്പോൾ താങ്കൾക്ക് കുറേ പരിമിതികളുണ്ട് ചില കാര്യങ്ങൾ തുറന്നു പറയുന്നതിന്. പക്ഷേ പലപ്പോഴും അത്തരം പരിമിതികൾ ലംഘിച്ചുകൊണ്ട് എക്സ്പ്രഷൻസ് നടത്തിയിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ. ഇപ്പോൾ ജേക്കബ് തോമസിനെ പോലെ, ഋഷിരാജ് സിംഗിനെ പോലെ ടേപ്പ് കൊണ്ടുവരിക, ഞാൻ ടേപ്പ് ഒട്ടിച്ച് വരണമോ എന്നൊക്കെ ചോദിക്കുക. അല്ല, ടേപ്പിൻ്റെ കാര്യത്തിലൊന്നും എനിക്കത് വലിയ പ്രശ്നമായിട്ട് തോന്നിയില്ല. പക്ഷേ മറ്റു ചില കാര്യങ്ങൾ നടത്തിയിട്ടുണ്ടാവും. പിന്നെ അവർക്കുള്ള ഒരു പക്ഷേ എനിക്ക് 1 ഏക്കർ സ്വത്ത് പോലും ഇല്ല. അപ്പോൾ നിങ്ങളൊക്കെ അത് സമ്മതിക്കണമെങ്കിൽ ഒരു 10-200 ഏക്കർ സ്ഥലം തമിഴ്നാട്ടിലും കർണാടകത്തിലൊക്കെ ഉണ്ടെങ്കിൽ ഒരു പക്ഷേ എനിക്കതൊക്കെ ധൈര്യമായിട്ട് പറയാൻ പറ്റുമായിരിക്കും. നമ്മൾ ജോലിയിൽ നിന്ന് നേടിയ ശമ്പളം കൊണ്ടാണ് ജീവിക്കുന്നത്. പോലീസ് മേധാവിയായിരുന്ന ആൾ എന്നതൊക്കെ പോട്ടെ, വ്യക്തി എന്ന നിലയിൽ ശ്രീ ടി പി സെൻകുമാറിനെ ഈ പറയുന്ന ഈ സ്ട്രഗിളിൻ്റെ ഒരു കാലമുണ്ടല്ലോ, അതെങ്ങനെ ബാധിച്ചു? ഹൗ ഡിഡ് ഇറ്റ് എഫക്റ്റ് യു? നിങ്ങൾക്ക് തോന്നുമായിരിക്കും, ഞങ്ങൾ എല്ലാ വർഷവും ഇപ്പോൾ ആനുവൽ മെഡിക്കൽ എക്സാമിനേഷൻ നടത്തണം. എനിക്ക് തോന്നുന്നു കഴിഞ്ഞൊരു 10-15 വർഷമായിട്ട് എൻ്റെ ഏറ്റവും ബെസ്റ്റ് മെഡിക്കൽ എക്സാമിനേഷൻ റിസൾട്ട് എക്സലൻ്റ് ആയിട്ടുള്ളത് ഈ വർഷമായിരുന്നു. നോക്ക്, നമ്മൾ ഇപ്പോൾ എം സാറ് ഇവിടെ ഇരിക്കുന്ന എം സാറ്, അപ്പോൾ അതുപോലുള്ള ശ്രീയം, അപ്പോൾ അതുപോലുള്ള നമ്മൾ ഫിലോസഫിക്കലായിട്ട് നമ്മൾ വളരെയധികം ഇമ്പ്രൂവ്ഡാണ്. കാരണം നമ്മൾ ഭൗതിക ലോകത്തു നിന്ന് മാത്രമായിട്ട് ഒളിച്ചോടാൻ പറ്റില്ല. പക്ഷേ ഭൗതിക ലോകം ഒന്നുമല്ല എന്ന് നമുക്ക് മനസ്സിലാകാം. ഇതിൻ്റെ മാത്രമല്ല, അത് ആ മനസ്സിലാകുന്ന ഘട്ടത്തിലൊക്കെ വന്നതോടുകൂടി നമുക്കിത് അത്ര വലുതായിട്ടൊന്നും തോന്നുന്നില്ല. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നിയമസഭയിൽ പ്രതിപക്ഷം ചോദിച്ച ഒരു ചോദ്യം, ആരാണ് കേരളത്തിൽ ക്രമസമാധാനത്തിൻ്റെ പരിപാലനത്തിൻ്റെ ചുമതലയുള്ള പോലീസ് മേധാവി എന്നുള്ളതായിരുന്നു. അതിനെ കേവലം ഒരു രാഷ്ട്രീയ ചോദ്യമായാണോ ഇതിന് മാറി നിന്ന് കാണുന്ന താങ്കൾക്ക് തോന്നുന്നത്? അതല്ല, ഇത് ടി പി സെൻകുമാറിന് വേണ്ടിയുള്ള ചോദ്യമായിട്ടാണോ? അതേപ്പറ്റിയൊന്നും ഞാൻ പറയേണ്ട കാര്യമില്ല. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നിയമസഭയിൽ നടക്കണോ, ഞാൻ സഭയിലൊരു മെമ്പറാണെങ്കിൽ എനിക്ക് പറയാം. അവിടെ സാധാരണ നമ്മുടെ നിയമം തന്നെ അങ്ങനെയാണല്ലോ. അപ്പോൾ അതേപ്പറ്റി ഉദ്യോഗസ്ഥന്മാർ കമൻറ്റ് ചെയ്യുന്നത് ശരിയല്ല, അതവിടെ നടക്കട്ടെ. ഈ തോറ്റു പിന്മാറരുത്, സത്യത്തിന് വേണ്ടി നിരന്തരം പോരാടണം എന്ന് താങ്കൾ ഇപ്പോൾ പറഞ്ഞല്ലോ. മൂന്നാർ ഓപ്പറേഷൻ്റെ കാലത്ത് സുരേഷ് കുമാറൊക്കെ അന്ന് വളരെ ഏണസ്റ്റ് ഓഫീസറായി നിന്ന് കാര്യങ്ങൾ നടത്തുകയും പിന്നീട് ഒരു ഘട്ടത്തിൽ കാര്യങ്ങളൊക്കെ കൈവിട്ട് പോകുന്നു നോക്കുമ്പോൾ സ്വയം സർവീസിൽ നിന്ന് നിങ്ങളൊക്കെ മൂന്നാർ ഓപ്പറേഷനെ പറ്റി പറയുമ്പോഴും ഞാൻ അതിൻ്റെ ലക്ഷ്യത്തെ പറ്റിയല്ല പറയുന്നത്. നിങ്ങൾ ഒറ്റ കാര്യമല്ലോ അന്വേഷിക്കുക. രാജു നാരായണസ്വാമി, സുരേഷ് കുമാർ, ഋഷിരാജ് സിംഗ്, ഇവർ 3 പേരും എത്ര ഓർഡറുകളിൽ ഒപ്പിട്ടുന്ന നിങ്ങൾ പരിശോധന ശേഷം എന്നോട് പറയുക. ഈ ജോലി ചെയ്യുക എന്ന് പറയുന്നത് വെറും ഷോ അല്ല. അപ്പോൾ അതിന് നമ്മൾ അങ്ങനെ പോകുന്ന സമയത്ത് ആരാണ് ശരിക്കും ഓർഡർ ഇടുക? ഇപ്പോൾ ഒരു ബിൽഡിംഗ് പൊളിച്ചതിന് ആരാണ് ഓർഡർ ഇട്ടിരിക്കുന്നത്? അല്ലെങ്കിൽ ഒരു കയ്യേറ്റം ഒഴിപ്പിച്ചതിന് ആരാണ് ഓർഡർ ഇട്ടിരിക്കുന്നത്? ഇതെല്ലാം വളരെ പ്രാധാന്യമുണ്ട്. അപ്പോൾ മൂന്നാറിൻ്റെ കാര്യത്തിൽ നിങ്ങളെല്ലാവരും പറയുന്നു, ആദ്യത്തെ മൂന്നാർ നടപടികളിൽ നിങ്ങൾ
നല്ല കൂലങ്കഷമായിട്ടൊരു പരിശോധനയ്ക്ക് വിധേയമായതിനു ശേഷം നമുക്ക് സംസാരിക്കാം. ശരി. ഈ പറയുന്ന 3 ഉദ്യോഗസ്ഥന്മാർ എന്തെല്ലാം ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തിരുന്നു, ഏതെല്ലാം ഓർഡറുകളാണ് അവർ ഇട്ടുകൊടുത്തത്, അവരാണോ തഹസിൽദാർമാരാണോ ആരാണോ അതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടി വന്നത്? നിങ്ങൾ ബേസിക്കലി എന്താണ് പറയുന്നത്, മിന്നുന്നതെല്ലാം പൊന്നല്ല എന്നുള്ള ചൊല്ല് മനസ്സിലാക്കുക. അപ്പോൾ അതിന് പൊന്നെന്താണെന്ന് അടിയിൽ പോയി നോക്കിയാലേ ഉരച്ചു നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ. നിങ്ങൾ പലപ്പോഴും ഇത് ഉരച്ചു നോക്കാറില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുന്നത് മിന്നുന്നതെല്ലാം പൊന്നാണെന്ന് വിചാരിച്ച് അതെടുത്ത് പൊക്കി കാണിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ 2 പേരുടെ കാര്യത്തിൽ നിങ്ങൾ ഒരു സ്റ്റഡി നടത്തൂ. അവർ ഓരോ ഓഫീസറും അവരുടെ സർവീസിൽ എന്ത് ചെയ്തു, അതിൻ്റെ റെക്കോർഡ് എന്താണ്, ഞാൻ പറയട്ടെ. അപ്പോൾ അതുകൊണ്ടാണ് വിൻസെൻ്റ് പോളിനെ ആരെങ്കിലും ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ ഞാൻ വിൻസെൻ്റ് പോളിനെ ഡിഫെൻഡ് ചെയ്യാൻ കാരണം എനിക്ക് വിൻസെൻ്റെ വർക്ക് അറിയാം. വിൻസെൻ്റ് എന്ത് ചെയ്തിരിക്കുന്നതെന്ന് എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. ഈ പലപ്പോഴും സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ ഈ പറയുന്ന ധീരകൃത്യങ്ങളിൽ പിന്നീട് എന്ത് സംഭവിച്ചു എന്ന് നോക്കുക. ജീവിതത്തിൽ എപ്പോഴും പൊന്നായിരിക്കാൻ കഴിയട്ടെ. താങ്ക് യു വെരി മച്ച് ടി പി സെൻകുമാർ. താങ്ക് യു. ഫോർ ദിസ് ഇന്റർവ്യൂ.